പറഞ്ഞോ അങ്ങനെ? ഇല്ലല്ലോ. മമ്മൂക്ക പറയട്ടെ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കള്ളത്തരമുണ്ടെന്ന് ലിസ്റ്റിന് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ ഞാൻ ഈ ഇൻഡസ്ട്രി വിട്ടു പോകാൻ തയ്യാറാണ്. മറിച്ചാണെങ്കിൽ ലിസ്റ്റിന് ഇൻഡസ്ട്രി വിട്ടു പോവുമോ? സിനിമ നിർത്താൻ തയ്യാറാണോ? സംഘം ചേർന്ന് ആക്രമിക്കാൻ കൂടെ നിന്ന ഒരാളല്ലേ, ഒരു സ്ത്രീയോട് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? എന്നെ അവർ അത്രയും ആളുകൾ ഒരു ഗ്രൂപ്പ് ഇരുന്ന് ഹ്യൂമിലിയേറ്റ് ചെയ്തിട്ട് പോലും ലിസ്റ്റിന് അനങ്ങാത്ത ഒരാളാണ്. ലിസ്റ്റിന് ബൈലോ അറിയേയില്ല, ലിസ്റ്റിന് ബൈലോ എന്താന്ന് പോലും അറിയത്തില്ല, ലിസ്റ്റിന് കണ്ടിട്ട് പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്ത്രീ ആയതുകൊണ്ടാണ് പ്രതികരിക്കാത്തതെന്നാണ് മെയിനായിട്ട് ഉന്നയിച്ചിരിക്കുന്നത്. എന്താണ് അതിനെക്കുറിച്ചൊന്ന് പറയാനുള്ളത്? ലിസ്റ്റിൻ പ്രതികരിച്ചല്ലോ. ലിസ്റ്റിന് എത്രയോ തവണ സംഘം ചേർന്ന് ആക്രമിക്കാൻ കൂടെ നിന്ന ഒരാളല്ലേ, ഒരു സ്ത്രീയോട് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അവിടെ അസോസിയേഷൻ്റെ ഹാളിൽ എന്താണ് നടന്നതെന്നും മീറ്റിങ്ങിൽ എന്താണ് നടന്നതെന്നും വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ് ലിസ്റ്റിൻ. കഴിഞ്ഞ ദിവസം ഒരു ഫോൺ കോൺവെർസേഷനിൽ ലിസ്റ്റിൻ തന്നെ പറയുന്നുണ്ട്, പലരും പല രീതിയിലാണ് പെരുമാറുന്നത്, ഞാൻ ഡിപ്ലോമാറ്റിക് ആയിട്ടാണ്, പക്ഷേ വേറെ പലർ ദേഷ്യപ്പെടും, ബഹളം വയ്ക്കും, ഒച്ച വയ്ക്കും, ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ അങ്ങനൊരു ഗ്രൂപ്പിനകത്ത് ലിസ്റ്റിനും ഉണ്ടായിരുന്നു. അന്ന് ലിസ്റ്റിൻ പ്രതികരിച്ചില്ല. എന്നെ അവർ അത്രയും ആളുകൾ ഒരു ഗ്രൂപ്പ് ഇരുന്ന് ഹ്യൂമിലിയേറ്റ് ചെയ്തിട്ട് പോലും ലിസ്റ്റിന് അനങ്ങാത്ത ഒരാളാണ്. അപ്പം ലിസ്റ്റിനോട് എനിക്ക് എന്താണ്, ഇതിനൊന്നും എനിക്ക് മറുപടി പോലും ഇല്ല ലിസ്റ്റിനോട്. എന്ത് ചോദ്യത്തിന് അവർ വെക്കുന്ന ഒരു കാരണം എന്ന് പറയുന്നത് ബൈലോന്ന് മാത്രമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയുന്നത്? ലിസ്റ്റിന് ബൈലോ അറിയേയില്ല, ലിസ്റ്റിന് ബൈലോ എന്താന്ന് പോലും അറിയത്തില്ല, ലിസ്റ്റിന് കണ്ടിട്ട് പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ലിസ്റ്റിൻ്റെ ഇതിൽ പറയുന്നത് ബൈലോ പ്രകാരം ഞാൻ എലിജിബിൾ അല്ല എന്നാണ്. ആക്ച്വലി ബൈലോ പ്രകാരം ഞാൻ എലിജിബിളാണ്. ബൈലോ പറയുന്നത് എനി റെഗുലർ മെമ്പർ ഹു ഹാസ് ഗോട്ട് 3 or more സെൻസസ് സർട്ടിഫിക്കറ്റ് ടു ഹിസ് ക്രെഡിറ്റ് എന്നാണ് പറയുന്നത്, വിൽ ബി എലിജിബിൾ ടു കണ്ടസ്റ്റ് ഫോർ എനി പോസ്റ്റ് ഇൻ അസോസിയേഷൻ എന്നുള്ളതാണ്. അപ്പം ഹിസ് ഫേംസ് ക്രെഡിറ്റ് എന്നല്ല പറഞ്ഞേക്കുന്നത്, ടു ഹിസ് ക്രെഡിറ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ബൈലോ പ്രകാരം ഞാൻ എലിജിബിളാണ്. ഞാൻ 7 പടങ്ങൾ ഫ്രൈഡേ ഫിലിം ഹൗസിൻ്റെ ബാനറിലും 2 പടങ്ങൾ സാൻഡ്ര തോമസ് പ്രൊഡക്ഷൻസിൻ്റെ ബാനറിലും ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പം എന്തുകൊണ്ടും ഇത്രയും പടങ്ങൾ ശരിക്കും ബൈലോ പറയുന്നത് ഏതെങ്കിലും 3 സിനിമ ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ഇത്രയും സിനിമകൾ ചെയ്തൊരു നിർമ്മാതാവാണ്, അത് അവർക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ എൻ്റെ കുഴപ്പമില്ലല്ലോ. അതേപോലെ തന്നെ ഇപ്പോൾ വരുന്നൊരു കാരണം എന്ന് പറയുന്നത് മമ്മൂട്ടിയുടെ ഒരു സപ്പോർട്ട് കൊണ്ടൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഫെയർ ഫിലിംസിൻ്റെ ഒരു ആളുടെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ടീവായിട്ടുള്ളൊരു കമൻറ്റ് വന്നു പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പരക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ശരിക്കുള്ളൊരു സത്യാവസ്ഥ എന്താ? അപ്പോൾ അങ്ങനെ ഒന്നും ഒരു ബന്ധവും ഇല്ലെന്ന് അവരിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സത്യാവസ്ഥ മമ്മൂക്ക പറഞ്ഞോ അങ്ങനെ? ഇല്ലല്ലോ. മമ്മൂക്ക പറയട്ടെ. മമ്മൂക്ക അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. അവരുടെ സപ്പോർട്ടും കിട്ടിയിട്ടുണ്ടെന്നാണ് ചേച്ചി പറയുന്നത്. ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞതും അത് തന്നെയാണ്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കള്ളത്തരമുണ്ടെന്ന് ലിസ്റ്റിന് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ ഞാൻ ഈ ഇൻഡസ്ട്രി വിട്ടു പോകാൻ തയ്യാറാണ്. മറിച്ചാണെങ്കിൽ ലിസ്റ്റിന് ഇൻഡസ്ട്രി വിട്ടു പോവുമോ? സിനിമ നിർത്താൻ തയ്യാറാണോ?